അപ്പൊ ഗൈസ് ഒരു ലോങ് ലീവ് എടുത്തിട്ട് അങ്ങനെ ഞാൻ വീണ്ടും ലാൻഡ് ചെയ്തിരിക്കുന്നു. വേറെ എവിടേക്കും പോയതല്ല, പാനി പിടിച്ച് 2 ആഴ്ച കിടപ്പായിരുന്നു. അങ്ങനെ ഒരു ചെറിയൊരു നീണ്ട യാത്ര കഴിഞ്ഞ് ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു. അപ്പൊ പോയാലോ നമുക്ക്. അങ്ങനെ രാവിലെ തന്നെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി. അപ്പൊ ദേ നിൽക്കുന്നു നമ്മുടെ രാജീവണ്ണൻ. ഇവിടേക്കാ എന്താണെന്നൊന്നും ചോദിച്ചില്ല, ഞാനും കൂടെ കൂടി. അങ്ങനെ കുറെ കഴിഞ്ഞാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങോട്ടാണെന്ന്. എന്റെ കയ്യിൽ മീനെ പിടിക്കുന്ന 3 കൂടുണ്ട്, നമുക്കത് ഇട്ടിട്ട് വരാമെന്ന്. എങ്കിൽ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കൂടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ദേ നിൽക്കുന്നു നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് നല്ല അടിപൊളി വിളഞ്ഞ പേരക്ക കിടക്കുന്നത് കണ്ടു. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ പേരക്ക മാങ്ങ തേങ്ങ കണ്ടാലൊന്നും വിടാത്ത കൂട്ടത്തിലായതുകൊണ്ട് പേരക്ക പറിച്ച് പോക്കറ്റിലാക്കി. അങ്ങനെ അവിടുന്ന് വിട്ട് വീട്ടിൽ വന്ന് കേറിയപ്പോഴാണ് ദേ നിൽക്കുന്നു ഒരു ചേട്ടനെ. ചുമ്മാതെ നിൽക്കുവല്ല, ദേ ഈ കാണുന്ന കുക്കറപ്പച്ചട്ടി വിളക്ക് അങ്ങനെ ഒരു 5 കൂട്ടങ്ങൾ നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ് ചേട്ടൻ നിൽക്കുന്നു. അതൊക്കെ അങ്ങനെ ചുമ്മാതെ കിട്ടില്ല. ഇനിയാണ് ട്വിസ്റ്റ്. ദേ ഈ കാണുന്ന സാധനം ഒക്കെ കിട്ടണമെങ്കിൽ ഈ ചേട്ടന്റെ കയ്യിൽ ഒരു സോപ്പ് ഉണ്ട്, അത് നമ്മൾ വാങ്ങണം. ആ ഒരു സോപ്പ് ചുമ്മാതെ വാങ്ങിയാ പോരാ, നമ്മൾ വാങ്ങുന്ന സോപ്പിൽ ദേ ഈ കാണുന്ന കൂപ്പണും കൂടെ വേണം. ആ ഒരു കൂപ്പണിന് വേണ്ടി ഞാൻ 2 സോപ്പ് എടുത്തെങ്കിലും കൂപ്പൺ അടിച്ചത് കാശിപ്പനായിരുന്നു. ആ ഒരു കൂപ്പൺ അടിച്ച സന്തോഷത്തിൽ എന്റെ തമിഴ് കേട്ട് ചേട്ടൻ അങ്ങ് വീണു. സത്യം പറഞ്ഞാല് അതിൽ ഞാൻ അങ്ങ് വീണു. എങ്കിലൊക്കെ അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ.